മാർച്ച് 19-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ലോക്പാലിന് ജഡ്ജസ്മാരുടെ അഗെയിൻസ്റ്റ് കേസ് എടുക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള വിഷയം സുപ്രീം കോടതി പരിശോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു വിഷയം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചു എന്നുള്ളതാണ് വാർത്ത. നമ്മൾ ഈ ഒരു വിഷയം കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജഡ്ജസ്മാരുടെ, പ്രത്യേകിച്ചും ഹൈക്കോടതി ജഡ്ജിമാരുടെ മേലുള്ള അധികാരം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ അധികാരം ലോക്പാലിന് ഇല്ല എന്ന് ലോക്പാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഭരണഘടനാപരമായിട്ട് രൂപീകരിച്ചതാണ്. എന്നാൽ ഹൈക്കോടതി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട്, അതായത് പാർലമെന്റിന്റെ നിയമാനുസൃതമായിട്ട് രൂപീകരിച്ചതാണെന്നും അതിന്റെ മേലെ ലോക്പാൽ എന്ന് പറഞ്ഞാൽ അഴിമതി നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഈ ഒരു ലോക്പാലിന്റെ പരിശോധന നടത്താം, അല്ലെങ്കിൽ ലോക്പാലിന് കേസെടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ലോക്പാലിന്റെ വാദം. ഈ ഒരു വിഷയം സുപ്രീം കോടതി വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതി ജഡ്ജസ് അവർ പബ്ലിക് സർവന്റ് ആയിട്ട് കണക്കാക്കി പബ്ലിക് സർവന്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആരോപണങ്ങൾ ലോക്പാലിന് അന്വേഷിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 പ്രകാരമാണ് പബ്ലിക് സർവന്റ്സ്, പ്രത്യേകിച്ചും ലോക്പാൽ സെൻട്രൽ ഗവൺമെന്റും ലോകായുക്ത സ്റ്റേറ്റ് ഗവൺമെന്റുകളിലും നടത്തുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ചും അഴിമതി സംബന്ധമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കുക. അപ്പൊ ഇവിടെ ഹൈക്കോടതി ജഡ്ജസുമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ പബ്ലിക് സർവന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നതായിട്ടുള്ളത്. കാരണം ജഡ്ജസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. ഇത്തരം പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം നിലവിൽ ഈ ഒരു ജഡ്ജസുമാരുടെ റിമൂവൽ പ്രോസസ്സ് ഒരു പാർലമെന്ററി റിമൂവൽ പ്രോസസ് ആയിട്ടാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ 1993 വീരസ്വാമി കേസിൽ ഇത്തരത്തിൽ ജഡ്ജസിനെതിരെയുള്ള ക്രിമിനൽ കേസസുകൾ അഡ്രസ് ചെയ്ത ഒരു കാര്യം ഈ ഒരു സോളിസിറ്റർ ജനറൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് അത് പാർലമെന്ററി പ്രോസസ് ആയിട്ട് നടത്താൻ പറ്റുക, അത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റിക്ക് മാത്രമാണ്. മറ്റ് വിഷയങ്ങളിൽ നോർമൽ വ്യക്തികളെ പോലെ തന്നെ ജഡ്ജസിനെതിരെ കേസ് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു വാദമൊക്കെ വരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. പക്ഷെ കോടതി ഇവിടെ പരിശോധിക്കുന്നത് ഇത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ എത്രമാത്രം ബാധിക്കും എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ഈ വിഷയം വിശദമായിട്ട് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ലോക്പാൽ ലോകായുക്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു സിംലിപാൽ ടൈഗർ റിസർവിലേക്ക് ടൈഗേഴ്സിനെ റീലൊക്കേറ്റ് ചെയ്തത് അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും തഡോബ ഗ്രൂപ്പുകൾ, തോഡ ട്രൈബൽ ഗ്രൂപ്പുകളൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീനത്ത് എന്ന് പറയുന്ന ഒരു ടൈഗ്രസിനെ സിംലിപാൽ ടൈഗർ റിസർവിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതേസമയത്ത് മുണ്ട ട്രൈബുകൾ ഇതിനെതിരെ ഒരു ലീഗൽ പെറ്റീഷൻ നടത്തി എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു കസ്റ്റമറി ആയിട്ടുള്ള വർഷിപ്പ് ഉള്ള പ്ലേസ് ആയിരുന്നു ഈ ഒരു ടൈഗർ റിസർവ് എന്ന് പറയുന്ന മുണ്ട ട്രൈബിന്റെ. അതേസമയത്ത് ഇവിടെ ഈ ഒരു ടൈഗർ വന്നതോടുകൂടിയിട്ട് അവിടത്തേക്ക് ഇവരെ പ്രവേശിപ്പിക്കുന്നില്ല. ഈ ഒരു സീനത്തെ ടൈഗറിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു പ്രദേശമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസിസ്ട്രൽ പ്ലേസ് 2015 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു മുണ്ട ട്രൈബ് ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ വർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഇവരെ അനുവദിക്കണം. അതുപോലെ തന്നെ അവിടത്തേക്ക് റിസർവിലേക്ക് പോകാനുള്ള വെർബൽ പെർമിഷൻ എങ്കിലും നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. കാരണം നിലവിൽ അത് നൽകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ടൈഗർ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടായത് ലോക്കൽ പീപ്പിളിന്റെ കൺസെന്റ് ഇല്ലാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനമാണെന്നുള്ളതും ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുമാണ് ഈ ഒരു പെറ്റീഷണർ പറയുന്നതായിട്ടുള്ളത്. അതായത് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരമുള്ള കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ ഈ ഒരു ട്രൈബിനും മുണ്ട ട്രൈബിനും ഉണ്ട് എന്നും അവരുടെ റിലീജിയസ് പ്രാക്ടീസസും സാക്രഡ് ഗ്രൂവ്സും ഒക്കെ അവിടെയാണ്, അതിൽ പൂജകൾ നടത്താനുള്ള അവകാശം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒഡീഷ ഹൈക്കോർട്ട് അവിടുത്തെ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് സിംലിപാൽ ടൈഗർ റിസർവ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വാർത്തകൾ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഒഡീഷയുടെ ഏറ്റവും നോർത്തേൺ ഏരിയയിലാണ്. ഇവിടെ സിൽക്ക് കോട്ടൺ ട്രീസ് കാണും. അങ്ങനെയാണ് സിമുൽ എന്നാണ് സിൽക്ക് കോട്ടൺ ട്രീസിനെ വിളിക്കുന്നത്. അപ്പോൾ അതിനെയാണ് സിംലിപാൽ എന്ന പേരിൽ വിളിക്കുന്നത്. ഇത് 1956 മുതൽ ഒരു ടൈഗർ റിസർവ് ആണ്. 1973 പ്രൊജക്ട് ടൈഗറിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ 1994 ഇതിനൊരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിന്റെ ലിസ്റ്റിൽ 2009 ഇത് പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഇതിൽ സിംലിപാൽ കുൽദിഹ ഹദിഗട്ട് എന്ന് പറയുന്ന എലിഫന്റ് റിസർവിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മയൂർഭഞ്ച് എലിഫന്റ് റിസർവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഓർത്തു വെക്കാം. ഈ ഒരു മയൂർഭഞ്ച് എലിഫന്റ് റിസർവിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സിംലിപാൽ ടൈഗർ റിസർവ്, ഹദർഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ കുൽദിഹ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും 2 ട്രൈബുകളാണ്, എരേങ്ക ഖരിയാസും അതുപോലെ തന്നെ
മൻകിർദിയാസ് എന്ന് പറയുന്നത്. ഇവ റിസർവ് ഫോറസ്റ്റിലാണ് ഉള്ളത്. പ്രധാനമായിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ, അതായത് സീഡ്സും ടിമ്പറും ഒക്കെ കളക്ട് ചെയ്യുക, അങ്ങനെ അവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന വിഭാഗങ്ങളാണ്. ഇവിടെ മെലനിസ്റ്റിക് ആയിട്ടുള്ള ടൈഗേഴ്സ്, അതായത് മെലാനിൻ കണ്ടന്റ് കൂടിയിട്ടുള്ള സ്ട്രൈപ്സ് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ടൈഗേഴ്സിനെ കൂടുതലായി കാണുന്നതാണ്. അവിടെ ആ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ടൈഗേഴ്സിനെ സിംലിബ ടൈഗേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത്, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വലിയ കുറവുണ്ടായി എന്നുള്ളത് പറഞ്ഞിരുന്നു. ബേസ് ഇഫക്റ്റിന്റെ കാരണമാണ്, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്, ട്രേഡ് ഡെഫിസിറ്റും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എക്സ്പോർട്ട് 10.9% കുറഞ്ഞു എന്നുള്ളത് അലാമിംഗ് ആയിട്ട് ഒരു കാര്യമാണ്. ഇമ്പോർട്ട് കുറഞ്ഞു എന്നുള്ളത് നല്ലത് എന്ന് പറയാം. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് 42 മാസത്തെ ഏറ്റവും കുറഞ്ഞതായിട്ടുള്ള $14 ബില്യൺ US ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരേ സമയത്ത് എക്സ്പോർട്ടും ഇമ്പോർട്ടും കുറഞ്ഞത് കൺസേൺ ആണ്, സന്തോഷിക്കാനുള്ള വിഷയമല്ല, കൺസേൺ ആണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡെഫിസിറ്റ് കുറഞ്ഞു എന്ന് പറയുന്നത് ഹൈ ബേസ് ഇയർ ഇഫക്റ്റ്, കാരണം കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു കഴിഞ്ഞ വർഷം വളരെ കൂടുതലായിരുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു ബേസ് ഇഫക്റ്റ് ആണ് റിഫ്ലക്റ്റഡ് ആവുന്നതെന്നാണ് പറയുന്നത്. അതേസമയത്ത് യുഎസിന്റെ ഒക്കെ ട്രേഡ് ടെൻഷൻസ് ഒക്കെ കാരണം നമ്മുടെ രാജ്യത്ത് ഓവറോൾ എക്സ്പോർട്ടിൽ വലിയ കുറവാണുള്ളത്. ഇത് ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്നാണ്, ഗോൾഡിന്റെ വില നന്നായിട്ട് വർദ്ധിച്ചതും ഗോൾഡ് ഇമ്പോർട്ട് കുറയാൻ കാരണമായിട്ടുണ്ട്. ഇതും മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഓയിൽ ഇമ്പോർട്ട്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ സപ്ലൈ സോഴ്സുകളെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. യുഎസ് നിന്നൊക്കെ ഓയിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടിലും കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ യുഎസിന്റെ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. യുഎസ് അവരുടെ ട്രേഡ് താരിഫ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റിൽ ഇന്ത്യ യുഎസ് ഓയിലൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ യുഎസ് നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ ഓവറോൾ ട്രേഡ് ഡെഫിസിറ്റിനെ ഇത് നെഗറ്റീവായി ബാധിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. കൂടാതെ ഇന്ത്യയുടെ ട്രേഡിനെ കുറെ കൂടി ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട, എക്സ്പോർട്ടിനെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. യുഎസിന്റെ ഡിപ്പെൻഡൻസി കുറക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഇന്ത്യക്ക് യുകെയും ചൈനയും ഒക്കെ പൊട്ടൻഷ്യൽ മാർക്കറ്റുകളായിട്ട് കരുതാവുന്നതാണ്. യുകെയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിലെ ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൺസേൺസ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കുറവാണെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്നതാണ് കേരളം എന്ന് പറയുന്നതായിട്ടുള്ളത്. വലിയ കുത്തന വർധനമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള സർജ് ആണ് ഈ ഒരു പാസ്റ്റ് 3 വർഷമായി, കഴിഞ്ഞ 3 വർഷമായിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് കേസസിൽ വരുന്നതായിട്ടുള്ളത്. 2021 5695 കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ 2024 എത്തുമ്പോൾ അത് 5 മടങ്ങ് വർദ്ധിച്ച് 27000 കേസുകളിലേക്ക് അധികമായി എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കേസുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ വർധനവ് വളരെ സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളതാണ്. 2023 മൊത്തം കേസുകളിൽ പകുതി മഹാരാഷ്ട്രയിലായിരുന്നു എന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ കേരളത്തിന്റെ ടോട്ടൽ 1/3 മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ കേസസ് പെർ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ 1,00,000 ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ 78 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് പഞ്ചാബിൽ 30 ആണ്, മറ്റൊരു സംസ്ഥാനത്തിലും 25-ലധികം എക്സീഡ് ചെയ്യുന്നില്ല എന്നുകൂടി ഓർത്ത് വെക്കുക. പഞ്ചാബിൽ 30 ഉണ്ട്, ഇത് കഴിഞ്ഞാൽ കേരളത്തിൽ 1,00,000 ആൾക്കാർക്ക് 78 കേസുകൾ വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഡ്രഗ്സിന്റെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള വലിയൊരു അലാമിംഗ് ആയിട്ടുള്ള ഡാറ്റയാണ് ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ സാധാരണ സ്റ്റേറ്റുകളിലൊക്കെ അർബൻ സെന്റേഴ്സിലാണ് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്കിൽ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ ജില്ലകളിലും റൂറൽ, ഗ്രാമം, അർബൻ വ്യത്യാസമില്ലാതെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിലെ 94% NDPS കേസുകളും ഈ ഡ്രഗുകൾ കൈവശം വെച്ചതിനാണ്. 6% മാത്രമാണ് ഇത് ട്രാഫിക് ചെയ്തതിന്, വിൽക്കാൻ ശ്രമിച്ചതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയത്ത് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ട്രാഫിക്കിങ്ങിനാണ് കൂടുതൽ കേസ് വരുന്നതായിട്ടുള്ളത്, കൈവശം വെച്ചതിന്. അതായത് കേരളത്തിൽ ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വരുന്നതായിട്ടുള്ളത്, പൊസിഷൻ വെക്കുന്നു എന്നുള്ളതാണ് വർദ്ധിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അതായത് ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കേരളം എന്ന ടോപ്പ് 25 ഡിസ്ട്രിക്ട്സിൽ ഒരു ഡിസ്ട്രിക്ട് പോലും കേരളമില്ല. അതേസമയത്ത് കേസസ് പറയുമ്പോൾ ഇന്ത്യയിലെ 25 ഡിസ്ട്രിക്റ്റുകളിൽ ടോപ്പ് 17 ഡിസ്ട്രിക്റ്റുകളിൽ കേരളം വരുന്നുണ്ട് എന്നുള്ളതാണ്
ഈ നോക്കേണ്ടത് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഡ്രഗ് ഉപയോഗം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ അലാമിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ്. പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട സർവേയും മറ്റു കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ വുമൺ ലീഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ജനറൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് എമോങ് ദ വുമൺ, സ്ത്രീകൾ സാധാരണ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റിൽ ഏർപ്പെടുന്നത് കുറവാണെന്നുള്ളതാണ്. 2010 വോട്ടർ ടേൺ ഔട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ വോട്ട് ചെയ്യുന്നത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ അർത്ഥം കൂടുതൽ സ്ത്രീകൾക്ക് പൊളിറ്റിക്കൽ അധികാരം കിട്ടുന്നു എന്നുള്ളതല്ല. ഇത് പ്രധാനമായിട്ടും സ്ത്രീകളെ ഒരു പാസീവ് ബെനിഫിഷ്യറി, വിവിധ വെൽഫെയർ സ്കീംസിന്റെ ഒരു പാസീവ് ബെനിഫിഷ്യറി ആയിട്ടാണ് കണക്കാക്കുന്നതായിട്ടുള്ളത്. അല്ലാതെ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല സമൂഹത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും റാലികളോ ക്യാമ്പയിനുകളോ ഒക്കെ നടക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സോഷ്യോ അതുപോലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു സോഷ്യോ സ്ട്രക്ചർ ബാരിയേഴ്സ് കാരണം സ്ത്രീകൾക്ക് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റു കുറെ ബിഹേവിയേഴ്സും സ്ത്രീകളുടെ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജെൻഡർ മാത്രമല്ല, കാസ്റ്റ്, ക്ലാസ്, റീജിയൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് സ്ത്രീകളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ കോണ്ടെക്സ്റ്റുകളും സ്ത്രീകളുടെ ഇലക്ടോറൽ ചോയ്സുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് റീജിയണൽ പാർട്ടീസിനാണ് സ്ത്രീകൾ കൂടുതൽ ഫോക്കസ് നൽകുന്നതായിട്ടുള്ളത്. അതുപോലെ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റുകൾ, സ്വന്തം ജാതിയിൽപ്പെട്ട, സ്വന്തം മതത്തിൽപ്പെട്ട, സ്വന്തം പ്രദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും BJPക്ക് ജനറലി ഒരു ജെൻഡർ ഡിസഡ്വാൻറ്റേജ് നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള റീച്ചിലൂടെ അവരത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേസമയത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ജെൻഡർ അഡ്വാൻറ്റേജ് നേരത്തെ ഉണ്ടായിരുന്നു, ഫീമെയിൽ സപ്പോർട്ട് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നുള്ളത്. എന്നാൽ മെയിൽ മൈഗ്രേഷനും ഇലക്ഷൻ കമ്മീഷൻ എഫേർട്ടുകളും കൊണ്ടുമൊക്കെ തന്നെ വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഈവൻ മെയിൽസ് മൈഗ്രേറ്റ് ചെയ്ത് പോയെങ്കിലും വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയത് ഇലക്ഷൻ കമ്മീഷൻ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ വുമൻസ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വുമൺ കോൺസ്റ്റിറ്റ്യുവൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വോട്ടർ ടേൺ ഔട്ട് വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് അതിനർത്ഥം യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വുമൺ വോട്ടിംഗ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതല്ല എന്നുള്ളത് ഓതർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ചോയ്സുകൾ എന്ന് പറയുന്നത് ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഫാമിലിയുടെ ഇൻട്രസ്റ്റ്, ഹസ്ബൻഡിന്റെ താല്പര്യങ്ങൾ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ട്രൂ പൊളിറ്റിക്കൽ ഏജൻസി ഹസ്ബൻഡ് മാത്രമല്ല ഫാദർ, ഇവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടാണ്. അതായത് ഒരു മെയിലിന്റെ ചോയ്സസിനുമായിട്ട് യോജിച്ച് നിൽക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ സ്റ്റഡീസ് എവിഡൻസ് ഡാറ്റ വെച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് നടത്താൻ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഇലക്ഷൻ ID കാർഡ് ആധാർ മായിട്ട് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആധാർ നമ്പേഴ്സിനെ വോട്ടർ ID കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വോളണ്ടറി ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ഡിസ്കഷൻ UIDAയുമായി ബന്ധപ്പെട്ട്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇവരാണ് ആധാർ കീപ്പ് ചെയ്യുന്നത്, അവരുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പും അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെയൊക്കെ ഒരു കൺസൾട്ടേഷൻ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെച്ചാൽ ആർട്ടിക്കിൾ 326 പ്രകാരം വോട്ടിംഗ് റൈറ്റ്സ് സിറ്റിസൺസിന് നൽകുന്നുണ്ട്, അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ലിങ്കിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ വിവിധ പ്രൊവിഷൻസിനെ ഉപയോഗിച്ചുകൊണ്ടും ഈ ലിങ്കിങ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തത് ഒരു സർവേ ആണ്, ഫ്രീ സ്പീച്ച് സർവേയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ഫ്രീ സ്പീച്ച് സർവേയിലെ ഇന്ത്യയുടെ സ്കോർ 62.6 ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഈ ഒരു ഫ്രീ സ്പീച്ച് സർവേയിൽ 33 രാജ്യങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൽ 24ാമത്തെ സ്ഥാനം മാത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കാം. ഫ്യൂച്ചർ ഓഫ് ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള US ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ് ഈ ഒരു ഗ്ലോബൽ ഫ്രീ സ്പീച്ച് സപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 33 രാജ്യങ്ങളാണ് ലിസ്റ്റിലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 24 ഫ്രീ സ്പീച്ച് സപ്പോർട്ടിൽ. രാജ്യം എത്രമാത്രം ഫ്രീ സ്പീച്ചിനെ സ്വതന്ത്രമായി സംസാരിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്പീച്ചുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ട്രെൻഡുകൾ ഡിക്ലൈൻ ചെയ്യുകയാണെന്നാണ് സ്റ്റഡീസിൽ പറയുന്നതായിട്ടുള്ളത്. അതേസമയത്ത് 2021 നോക്കുകയാണെങ്കിൽ പല രാജ്യത്തും ഫ്രീ സ്പീച്ചിനുള്ള സപ്പോർട്ട് കുറഞ്ഞു വരികയാണ് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള നോർവേ, ഡെൻമാർക്ക് ഒക്കെയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ളത്. അതേസമയത്ത് ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ പിറകിലാണെന്ന് ഓർത്തു വെക്കുന്നതിന്. ഒതോറിറ്റേറിയൻ ലീനിങ് കൺട്രീസ് ആയിട്ടുള്ള ഹംഗറി, വെനസ്വേലയിലൊക്കെ വളരെ ഉയർന്ന സ്കോറുകളുണ്ട്. പ്രത്യേകിച്ചും ഗവൺമെന്റ് പബ്ലിക് ആറ്റിറ്റ്യൂഡ്സുമായിട്ടുള്ള
ഇടപെടലുകൾ കുറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ പബ്ലിക്കിന്റെ അഭിപ്രായ പ്രകടനത്തെ തടയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എന്ന് ഓർത്തുക. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ സെൻസർഷിപ്പ് ഇല്ലാതെ ഫ്രീ സ്പീച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഭൂരിഭാഗം ഇന്ത്യക്കാരും കരുതുന്നുണ്ട്. അതേസമയത്ത് ഗവൺമെന്റിന്റെ പോളിസീസുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനുള്ള സപ്പോർട്ട് ഗ്ലോബൽ ആവറേജിനേക്കാൾ കുറവാണ്. അതേസമയത്ത് 37% ഇന്ത്യക്കാർ കരുതുന്നുണ്ട് ഗവൺമെന്റിന്റെ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യരുത് എന്നുള്ളത്. ഓർത്തുവെക്കുക, സർവേ ചെയ്ത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആൾക്കാരാണ് ഇത് പറയുന്നത് ഇന്ത്യയിലാണെന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ ഈ പബ്ലിക് സപ്പോർട്ടും അതുപോലെ തന്നെ ഫ്രീ സ്പീച്ചും തമ്മിലുള്ള ആ ഒരു ഡിസ്കണക്ഷൻ ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് ഫ്രീലി സ്പീക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ വേഴ്സൺ ചെയ്യുന്ന ഒരു ഏകാധിപത്യ ടെൻഡൻസിലേക്കാണ് അതിനെക്കാളും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുന്നതായിരുന്നു. അടുത്തൊരു വാർത്ത, ഇന്ത്യയുടേതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട ഡാറ്റയൊക്കെ അതിനുവേണ്ടി റിലീസ് ചെയ്യുന്ന കാര്യമാണ് മിനിസ്റ്റർ പറയുന്നതായിട്ടുള്ളത്. ഇന്ത്യയുടെ AI മിഷന് വേണ്ടിയിട്ട് പാർലമെന്റിനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പാർലമെന്റിൽ നിന്ന് ഡാറ്റ ഇന്ത്യയുടെ AI മോഡൽ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഏകദേശം 14,000-ഓളം ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, കോമൺ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ആക്കിയിട്ട്. അപ്പോൾ ദൂരദർശന്റെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഒക്കെ ഡാറ്റാസ് അവൈലബിൾ ആക്കുന്നുണ്ട് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട്. കൂടാതെ ഇന്ത്യ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓപ്പൺ സോഴ്സ് മോഡലായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. വിവിധ ഇൻഡസ്ട്രീസും പ്രൊഫസേഴ്സുമായിട്ട് സ്റ്റാർട്ടപ്പുകളായിട്ടും റിസർച്ചേഴ്സുമായിട്ടും ഒക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ 5G ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറി സെറ്റപ്പുകളൊക്കെ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യ ഓൺ GPUs മാനുഫാക്ചറിംഗ് capabilities ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും 3-5 വർഷത്തിനുള്ളിൽ അത്തരത്തിലുള്ള GPUs സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. വിവിധ ടെക്നിക്കൽ അപ്രോച്ചസ് നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ US-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജി കൊളാബറേഷൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുവഴി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു വിശ്വാസം കൊണ്ടുവന്ന് മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് ഓതർ കരുതുന്നത് എന്ന് കൂടി ഓർത്തുക. അടുത്തത് ചന്ദ്രയാൻ 3-യിൽ നിന്നുള്ള ഡാറ്റ, പ്രത്യേകിച്ചും മൂണില് ഐസിന്റെ സാന്നിധ്യത്തെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നാണ് ISRO എന്നുള്ള സ്റ്റഡീസ് പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിൽ നിന്നുള്ള ഡാറ്റ ലൂണാർ ടെമ്പറേച്ചേഴ്സിന് ചന്ദ്രന്റെ ഉപരിതലം സംബന്ധിച്ചുള്ള ഡാറ്റ ചന്ദ്രയാൻ 3-യുടെ വിക്രം ലാൻഡർ എന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ലൂണാർ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആസ്ട്രോനറ്റിന് അവരുടെ സേഫ് ആയിട്ട് അവിടുത്തെ റിസോഴ്സ് അവൈലബിലിറ്റിയെ കുറിച്ച്, ഐസിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തുവെക്കുന്നതിന്. ഇപ്പോൾ മൂൺസിന്റെ സൗത്ത് പോൾ റീജിയനിലെ ശിവശക്തി പോയിന്റ് എന്നാണ് വിളിക്കുക. മൂണിന്റെ സൗത്ത് പോളിനെ അവിടെ 10 സെന്റിമീറ്റർ ബിലോ ദ സർഫസിലുള്ള ടെമ്പറേച്ചർ ഡാറ്റയാണ് ലഭ്യമായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ചാസ്തെ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലുള്ള RTD സെൻസേഴ്സ് ഒക്കെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ പീക്ക് ടെമ്പറേച്ചർ 88°C രാത്രി -181°C അത് വാരി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ ലോങ് ടേം ഹാബിറ്റേഷൻ മൂണിൽ ഉണ്ടാക്കുന്നത്, അതായത് മൂണിൽ കോളനികളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റാസ് ഒക്കെ വളരെ റിലവൻ്റ് ആണെന്ന് ഓർത്തുക. അതേസമയത്ത് ഒരേ സമയത്ത് വാട്ടറും ഐസും ചന്ദ്രനിൽ എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ബിക്കോസ് 82°C വെള്ളം ഉണ്ടാവും, 181°C ഐസും ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ മൂണിൽ വാട്ടറും ഐസും എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചറിലേക്കുള്ള എക്സ്പ്ലോറേഷനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ പ്രകാരം ഈ ഒരു സണ്ണിൽ നിന്ന് 14° ചെരിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ വാട്ടർ ഐസും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് റിസർച്ച് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചേഴ്സ് വ്യത്യസ്ത സ്ഥലങ്ങൾ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ വളരെയധികം വാരി ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകതയും റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇൻസൈറ്റു മെഷർമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ നിന്നുള്ള ഡാറ്റ പുറത്തേക്ക് വരുന്നതെന്ന് ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ ഐസും വാട്ടറും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ചന്ദ്രനിൽ എങ്ങനെയായിരിക്കും വെള്ളവും ഐസും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച സ്റ്റഡീസിനെ ചാലഞ്ച് ചെയ്യുന്നതാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ ടെക്നിക്കലി ചാലഞ്ചിങ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ചും പോൾസിൽ. അപ്പോൾ ഇത് കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് തെർമോഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്ത മറ്റ് ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് കൂടി ഓർത്തുക. അടുത്തത്
പോക്കറ്റ്സ് ഓഫ് ഇൻസുലേറ്റഡ് സൗണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓഡിബിൾ എൻക്ലേവ്സ് എന്ന് വിളിക്കുന്നതാണ്. ഒരു ചെറിയ പ്രദേശത്ത് മാത്രം നമുക്ക് വോയിസ് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം പ്രദേശങ്ങളെയാണ് ഓഡിബിൾ എൻക്ലേവ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും കേൾക്കാൻ പറ്റില്ല, ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ടെക്നോളജിയാണ് ഓഡിബിൾ എൻക്ലേവ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സൗണ്ട് സോണുകളാണ് ഓഡിബിൾ എൻക്ലേവുകൾ. സറൗണ്ടിങ് നോയ്സിനെയോ ഇത് ബാധിക്കില്ല എന്ന് കൂടി ഓർത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വ്യക്തിക്കോ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ മാത്രം കേൾക്കുന്ന രീതിയിൽ ശബ്ദം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വേവ്സ് ആയിട്ടാണ് ശബ്ദം പുറപ്പെടുന്നത്. അതിന്റെ ഫ്രീക്വൻസി ഒക്കെ വാരി ചെയ്തിട്ട് നമുക്ക് ശബ്ദത്തെ മാറ്റാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കണം. നോർമലി ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്പീക്കറുകൾ വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പാരാമെട്രിക് അറേ ഓഫ് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹൈ ഫ്രീക്വൻസി വേവ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഓഡിബിൾ എൻക്ലേവ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ഓഡിബിൾ എൻക്ലേവ്സ് ഉണ്ടാക്കുന്ന വെച്ചാൽ രണ്ട് ഇന്നോഡിബിൾ ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി വേവ്സിനെ മീറ്റ് ചെയ്യിപ്പിച്ചാണ്. അതായത് രണ്ട് വേവ്സ്, ഇത് ഹൈ ഫ്രീക്വൻസി ആണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ രണ്ട് വേവ്സ് വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ വേവ് ജനറേറ്റ് ചെയ്യും. ഈ വേവ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ വേവ്സ് കൊളൈഡ് ചെയ്യുന്ന സ്ഥലം ഒരു സ്പെസിഫിക് ഏരിയ ആയിരിക്കും, ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്മോൾ കൺഫൈൻഡ് ഏരിയയിൽ മാത്രം ഈ ഒരു വോയിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇതിനെക്കൊണ്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നേരത്തെയുള്ള സ്പീക്കർ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇൻസ്റ്റാ കൊമേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഇൻസ്റ്റന്റേനിയസ് കൊമേഴ്സ് എന്താണെന്നുള്ളത്, ക്വിക്ക് കൊമേഴ്സ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഗിഗ് വർക്കേഴ്സ് ആണ് ഇൻവോൾവ്ഡ്. അവർ വളരെയധികം ചാലഞ്ചസ് നേരിടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഗിഗ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡെലിവറി ബോയ്സും അങ്ങനെയുള്ള ആൾക്കാർ യാതൊരു തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡെയിലി വർക്ക് ചെയ്തതിന് മാത്രം കമ്മീഷൻ അല്ലെങ്കിൽ ഡെലിവറിക്ക് ഒരു നിശ്ചിത ചാർജ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം എന്ന് പല സംസ്ഥാനങ്ങളും ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നെങ്കിലും വലിയ പ്രതിഷേധങ്ങളൊക്കെ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഭാഗത്ത് ഉയർന്നു വന്നതുകൊണ്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ ഒക്കെ തകർക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് വലിയ പ്രതിഷേധവും ഉയർന്നു വന്ന വിഷയമാണ് എന്ന് കൂടി ഓർത്തു വെക്കാൻ തന്നെ. അടുത്തത് ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ ജാഫർ എക്സ്പ്രസിനെ ഹൈജാക്ക് ചെയ്തതും പാകിസ്ഥാൻ മിലിറ്ററി നെഗോഷിയേഷൻ ചെയ്യാതെ അതിനെ മിലിറ്ററി അറ്റാക്കിലൂടെ തിരിച്ചു പിടിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി മാറുകയാണ്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ ഫോഴ്സ് ഉപയോഗിച്ചാണ് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനു പകരം സമാധാനത്തിന്റെ രീതിയിൽ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യണം എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.